ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ജോക്കർ മാല ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പം മേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ വൈറ്റും റെഡും വെച്ചിട്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ മുമ്പ് ചെയ്തതാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ജോക്കർ മാലയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ആ ഹായ് അയക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗിൻ്റെ ഒക്കെ ലിങ്ക് കിട്ടും. അതിൽ ഓരോന്നിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ഒന്ന് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരിക. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനത്തെ മാലയും ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യണം. ഹെയർ ബാൻഡിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ പിന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതേപോലെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ജോക്കർ മാലയ്ക്ക് വേണ്ടത്. അപ്പം എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് 3mm വൈറ്റ് ബീഡാണ് കേട്ടോ. 3mm 6mm 4mm ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 3mm ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ത്രെഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്ലേസിൻ്റെ ത്രെഡാണ്. ഇതിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാലും മതി ഇതാ വേണ്ടവർ. പിന്നെ ഇതാ ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്റ്റൽ ടെക്കാണ്. ക്രിസ്റ്റൽ ടെക്ക് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിച്ചാലും മതി. പിന്നെ ഇതാ ഇതേപോലത്തെ റെഡ് കളറിലുള്ള ബീഡാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ജമ്പറിംഗ് ആണ്. ഇത്രയാണ് കേട്ടോ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്ത് തന്നെ ഇങ്ങനത്തെ പിന്നെ ക്രിസ്റ്റൽ ടെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതാ ഈ ജമ്പറിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് നടുക്ക് വരുന്ന രീതിയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ജമ്പറിങ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജമ്പറിങ്ങിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെറിയ വൈറ്റ് ബീഡ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്റ്റൽ ടെക്കിന് സാധാ ഈർമ്പ അല്ല കേട്ടോ. ചിലർ ഈർമ്പയാണെന്ന് വിചാരിക്കും. ഇതൊരു തരം നൈലോൺ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്കിതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് നന്നായി പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ബീഡ് ഇതാ ഈ ഇലാസ്റ്റിക് 2 പ്രാവശ്യം ഇങ്ങനെ 2 ഭാഗത്തു കൂടെയും കോർത്തെടുക്കണം കേട്ടോ. അതായത് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയാൽ മതി. എന്നിട്ടൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് തന്നെ. അതിനുശേഷം നമുക്ക് 2 സൈഡിലും ഓരോ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ബീഡ് എടുത്തിട്ട് 2 ഇലാസ്റ്റിക്കും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് 2 സൈഡിലും ഓരോ ബീഡ് വീതം ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെയാണ്. ഇതേപോലെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. ഇത് കുറച്ചുകൂടെ വലിയ ബീഡാണെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു അല്ലേ. ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് റെഡ് ബീഡ് ഇട്ട് കൊടുക്കാം. റെഡ് ബീഡ് ഇടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഫസ്റ്റ് ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് രണ്ടാമത്തെ ഭാഗവും ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 ഭാഗവും ഒന്ന് പിടിച്ചിട്ട് വലിച്ചാൽ മതി. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് കേട്ടോ വരിക. ഇനി നമുക്ക് ഇത് റൗണ്ട് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. നടുക്ക് റെഡ് ബീഡ്, ചുറ്റിനും വൈറ്റ് ബീഡ്, ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് വൈറ്റ് ബീഡ്, പിന്നെ റെഡ് ബീഡ്, പിന്നെ 2 വൈറ്റ് ബീഡ് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പുറത്തും ഇപ്പുറവും 2 സൈഡിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഒരു വൈറ്റ് ബീഡ് എടുത്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ 2 ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെയും എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ എങ്കിലാണ് ഇത് നല്ല ടൈറ്റിലും നല്ല വൃത്തിക്കും കിട്ടുള്ളൂ. അപ്പോൾ മാറിപ്പോവണ്ട. ഇതേ രീതിയിലാണ് മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് 2 വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡ് ബീഡ് ഇട്ട് കൊടുക്കണം. പിന്നെ 2 വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു വൈറ്റ് ബീഡ് എടുത്തിട്ട് പിന്നെ 2 ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെയും എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നൂലിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നല്ല കട്ടിയുള്ള നൂലിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അതിനാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ പറഞ്ഞത്. പിന്നെ ഈർമ്പാന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ പിടിക്കുന്ന ഈർമ്പല്ലേ, കട്ടിയുള്ള ആ ടൈപ്പ് ഈർമ്പയിൽ ഇത് പറ്റില്ല കേട്ടോ. അത് ഒരു കട്ടിയുള്ള സൈസ് ആയിരിക്കും. ചില ബീഡൊന്നും അതിൽ കൊള്ളില്ല. മാത്രമല്ല ഭയങ്കര കട്ടിയാണ്, വൃത്തി ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രിസ്റ്റൽ ടെക്ക്. അത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീഡും ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കാം. 2 ബീഡ് ഇടുക, പിന്നെ റെഡ് ബീഡ് ഇടുക, പിന്നെ നമ്മൾ വൈറ്റ് ബീഡ് ഇടുക. അതേ രീതിയിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഈ പിന്നെ ഇലാസ്റ്റിക് കുറച്ച് ലെങ്ത്തിലാണ് എടുത്തത്, അതുകൊണ്ടാണ് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നത് കേട്ടോ. കുറച്ച് ലെങ്ത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത് നല്ല നെക്ലേസ് ടൈപ്പല്ലേ വരുന്നത്, അപ്പോൾ നല്ല നെക്കിൽ ടൈറ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് ചെയ്യണം. എങ്കിലാണ് പിന്നെ ചെറുതാക്കി എടുത്താൽ ഇത് കെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒന്നുകൂടെ ചുരുങ്ങി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ വൈറ്റ് ബീഡ് മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഇനി റെഡ് ബീഡ് മാത്രം വെച്ചിട്ടും ചെയ്യാം ഒക്കെ. പിന്നെ ഓരോ മോഡൽ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതാ ഇതേ രീതിയിൽ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നില്ല, ലാസ്റ്റ് ഫൈനലി എങ്ങനെയാണ് ഇത് ചെയ്തു വരിക എന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം മുഴുവനായിട്ടും ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് മുഴുവനും. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ കാണിക്കണം എന്നില്ലല്ലോ. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്തത് എന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. കുട്ടികളെ കഴുത്തിലൊക്കെ കാണുമ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. റെഡ് എടുത്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചെയ്ത് വന്നപ്പോൾ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് റെഡ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3mm ബീഡ് എടുത്തത് കേട്ടോ. കുറച്ചുകൂടെ വലിയ ബീഡാണെങ്കിൽ ഈ റെഡ് എടുത്ത് കാണിക്കില്ല. അപ്പോൾ ഇതാ നേരത്തെ ഞാൻ ചെയ്തു വെച്ചതാണ് ഈ നെക്ലേസ്. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഇത് എല്ലാം ഒരു കളറാണ്. ഇതിൻ്റെ നടുക്ക് വൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതേ വലുപ്പത്തിലുള്ള 4mm ബീഡ് കൊണ്ട് ഇതേപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത്ര ലെങ്ത്തിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ജമ്പ് റിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ ജമ്പ് റിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 2-3 പ്രാവശ്യം നന്നായി കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ജമ്പ് റിങ് ഗോൾഡൻ കളറോ സിൽവർ കളറോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് സാധാ നെക്ക് ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ജമ്പ് റിങ് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഈ ത്രെഡിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെറുങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ അത് വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നല്ല ശ്രദ്ധിച്ചിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 ഭാഗവും നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഫിനിഷിങ് വർക്കായി. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കൊരു നെക്ലേസ്, ജോക്കർ ഇതൊക്കെ ചെയ്തെടുക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇതേപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി സെയിൽ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഏതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് പിന്നെ ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബ്രേസ്ലെറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. എന്നിട്ട് ബ്രേസ്ലെറ്റിൻ്റെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. കയ്യിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയിൽ കുട്ടികൾക്കൊക്കെ സൂപ്പറായിരിക്കും. നല്ല വിലക്ക് നമുക്കിത് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ഓണത്തിന് എക്സിബിഷന് ഞാൻ കുറേ ഇങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ട്. ബ്രേസ്ലെറ്റും മാലയും ഒക്കെ നല്ല സെയിലാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ബ്രേസ്ലെറ്റും മാലയും ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇത് ഞാൻ ഒരു ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ഡിസൈനിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.